ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 60-ാം ദിവസം. സീനായിൽ നിന്ന് പാരാനിലേക്കുള്ള യാത്ര. ഇന്നേ ദിവസം നമ്മൾ സംഖ്യയുടെ പുസ്തകം 10-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം 9-ാം അധ്യായം, 10-ാം സങ്കീർത്തനം എന്നിവ വായിക്കുന്നു. സീനായ് മരുഭൂമിയിലെ 2 വർഷത്തിലധികം കാലത്തെ വാസത്തിനു ശേഷം ഇസ്രായേൽ ജനത പാരാൻ മരുഭൂമിയിലേക്ക് യാത്രയാകുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം ഇസ്രായേലരോട് കൂടി ഉണ്ട് എങ്കിലും ദൈവത്തിൽ നിന്നകന്ന് പാപം ചെയ്ത സന്ദർഭങ്ങൾ മോശ ഇസ്രായേൽ ജനത്തെ ഓർമ്മിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ നിയമാവർത്തന പുസ്തകത്തിൽ നിന്നും നാം വായിക്കുന്നു. നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്ന യേശു എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടെന്ന തികഞ്ഞ വിശ്വാസം നാം പുലർത്തണമെന്നും ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. സംഖ്യയുടെ പുസ്തകം 10-ാം അധ്യായം. രജതകാഹളങ്ങൾ. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: നീ നിനക്കായി 2 രജതകാഹളങ്ങൾ ഉണ്ടാക്കുക. അടിച്ചുപണിയായാണ് നീ അവ നിർമ്മിക്കേണ്ടത്. അവ നിനക്ക് സമൂഹത്തെ വിളിച്ചുകൂട്ടാനും പാളയങ്ങൾ നീക്കാനും വേണ്ടിയുള്ളതാണ്. അവ ഊതുമ്പോൾ സമൂഹം മുഴുവൻ സമാഗമ കൂടാരവാതിൽക്കൽ നിന്റെ അടുക്കൽ സമ്മേളിക്കണം. എന്നാൽ ഒരെണ്ണം ഊതിയാൽ ഇസ്രായേലിലെ സഹസ്രാധിപന്മാരായ നേതാക്കന്മാർ നിന്റെ പക്കൽ സമ്മേളിക്കണം. നിങ്ങൾ സന്നാഹധ്വനി മുഴക്കുമ്പോൾ കിഴക്ക് ഭാഗത്ത് തമ്പടിച്ചിരിക്കുന്ന പാളയങ്ങൾ നീങ്ങണം. നിങ്ങൾ രണ്ടാമത് സന്നാഹധ്വനി മുഴക്കുമ്പോൾ തെക്ക് ഭാഗത്ത് തമ്പടിച്ചിരിക്കുന്ന പാളയങ്ങൾ നീങ്ങണം. അവരുടെ നീക്കങ്ങൾക്ക് സന്നാഹധ്വനി മുഴക്കേണ്ടതുണ്ട്. സംഘം ഒന്നിച്ചു കൂട്ടാൻ നിങ്ങൾ കാഹളമൂതണം. എന്നാൽ അത് സന്നാഹധ്വനിയാകരുത്. അഹ്റോൻ്റെ പുത്രരായ പുരോഹിതന്മാരാണ് കാഹളങ്ങൾ ഊതേണ്ടത്. നിങ്ങൾക്ക് തലമുറകൾ തോറുമുള്ള ശാശ്വത ചട്ടമാണവ. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന എതിരാളിയോട് നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ സന്നാഹധ്വനിയായി കാഹളങ്ങൾ ഊതണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ ഓർമ്മിക്കപ്പെടുകയും നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ സന്തോഷദിനത്തിലും സമാഗമവേളകളിലും മാസാരംഭങ്ങളിലും നിങ്ങളുടെ ഹോമയാഗങ്ങളോട് ചേർന്നും സമാധാന ബലികളോട് ചേർന്നും നിങ്ങൾ കാഹളങ്ങൾ ഊതണം. ഇത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങളെക്കുറിച്ചുള്ള സ്മരണയ്ക്ക് വേണ്ടിയായിരിക്കും. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. സീനായിൽ നിന്ന് പാരാനിലേക്ക്. 2-ാം വർഷം 2-ാം മാസം 20-ാം ദിവസം സാക്ഷ്യാലയത്തിന് മുകളിൽ നിന്ന് മേഘമുയർന്നു. ഇസ്രായേല്യർ അവരുടെ മുന്നേറ്റ സംഘങ്ങളനുസരിച്ച് സീനായ് മരുഭൂമിയിൽ നിന്ന് നീങ്ങി. പാരാൻ മരുഭൂമിയിൽ മേഘം വിശ്രമിച്ചു. മോശ വഴിയുള്ള കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ ആദ്യമായി മുന്നേറി. യഹൂദ്യരുടെ പാളയപതാക അവരുടെ സേനാവ്യൂഹമനുസരിച്ച് ഒന്നാമതായി നീങ്ങി. അതിൻ്റെ സൈന്യാധിപൻ അമിനാദാബിൻ്റെ മകൻ നക്ഷോൻ, ഇസ്ഹാക്യ ഗോത്രത്തിൻ്റെ സൈന്യാധിപൻ സുവാറിൻ്റെ മകൻ നെത്തനേൽ, സെബുലൂന്യ ഗോത്രത്തിൻ്റെ സൈന്യാധിപൻ ഹേലോൻ്റെ മകൻ എലിയാബ്. ആലയം അഴിച്ചിറക്കപ്പെട്ടപ്പോൾ ഗർഷോന്യരും മെറാര്യരും ആലയവാഹകരായി നീങ്ങി. അനന്തരം റൂബൻ്റെ പാളയപതാക അവരുടെ സേനാവ്യൂഹം അനുസരിച്ച് നീങ്ങി. അതിൻ്റെ സേനാധിപൻ ഷദിയൂറിൻ്റെ മകൻ എലിസൂർ, ശിമയോന്യ ഗോത്രത്തിൻ്റെ സൈന്യാധിപൻ സുരക്ഷാദായുടെ മകൻ ഷെല്ലൂമിയൽ, ഗത്യ ഗോത്രത്തിൻ്റെ സൈന്യാധിപൻ റവൂവേലിൻ്റെ മകൻ എലിയാസഫ്. അനന്തരം ശ്രീകോവിലിൻ്റെ വാഹകരായി
കൊഹാത്യർ നീങ്ങി. അവർ എത്തുമ്പോഴേക്കും ആലയം ഉയർത്തപ്പെട്ടിരുന്നു. എഫ്രായിമ്യരുടെ പാളയ പതാക അവരുടെ സേനാവ്യൂഹമനുസരിച്ച് നീങ്ങി. അതിൻ്റെ സൈന്യാധിപൻ അമ്മിഹൂദിൻ്റെ മകൻ എലിഷാമ, മനാസ്യ ഗോത്രത്തിൻ്റെ സൈന്യാധിപൻ പെദാഹ്സൂറിൻ്റെ മകൻ ഗമാലിയേൽ, ബെഞ്ചമിന്യ ഗോത്രത്തിൻ്റെ സൈന്യാധിപൻ ഗിദയോനിയുടെ മകൻ അബിദാൻ. ദാന്യരുടെ പാളയ പതാക അവരുടെ സേനാവ്യൂഹമനുസരിച്ച് എല്ലാ പാളയങ്ങൾക്കും പിൻപറ്റി നീങ്ങി. അതിൻ്റെ സൈന്യാധിപൻ അമിഷദായിയുടെ മകൻ അഹിയസർ, അഷേര്യ ഗോത്രത്തിൻ്റെ സൈന്യാധിപൻ ഒക്രാൻ്റെ മകൻ പഗിയേൽ, നഫ്താല്യ ഗോത്രത്തിൻ്റെ സൈന്യാധിപൻ യേനാനിൻ്റെ മകൻ അഹീറ. ഇസ്രായേല്യർ നീങ്ങിയപ്പോൾ സൈന്യവ്യൂഹമനുസരിച്ചുള്ള അവരുടെ മുന്നേറ്റങ്ങൾ ഇവയായിരുന്നു. മോശ തൻ്റെ അമ്മായിയപ്പനും മിദിയാൻകാരനുമായ റവൂവേലിൻ്റെ മകൻ ഹൊബാബിനോട് പറഞ്ഞു, ഞാനിത് നിങ്ങൾക്ക് നൽകും എന്ന് കർത്താവ് ഞങ്ങളോട് അരുളി ചെയ്ത സ്ഥലത്തേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. ഞങ്ങളുടെ കൂടെ വരിക, ഞങ്ങൾ നിങ്ങൾക്ക് നന്മ ചെയ്യും. കാരണം കർത്താവ് ഇസ്രായേലിനുമേൽ നന്മ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അയാൾ അവനോട് പറഞ്ഞു, ഞാൻ വരുന്നില്ല. ഉറപ്പായും എൻ്റെ ദേശത്തേക്കും സഹചരുടെ അടുത്തേക്കും ഞാൻ പോവുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ദയവ് ചെയ്ത് ഞങ്ങൾ വിട്ടുപോകരുത്. കാരണം മരുഭൂമിയിൽ ഞങ്ങൾ പാളയമടിക്കേണ്ട വിധം നിനക്കറിയാം. ഞങ്ങൾക്ക് നയനങ്ങളായി നീ ഉണ്ടായിരിക്കണം. നീ ഞങ്ങളോടുകൂടെ വരുന്ന പക്ഷം ആ നന്മ കർത്താവ് ഞങ്ങളോട് ചെയ്യുന്ന നന്മ തന്നെയായിരിക്കും. അപ്പോൾ ഞങ്ങൾ നിനക്കും നന്മ ചെയ്യും. അവർ കർത്താവിൻ്റെ പർവ്വതത്തിൽ നിന്ന് 3 ദിവസത്തെ വഴി നീങ്ങി. അവർക്ക് ഒരു വിശ്രമസ്ഥലം ആരായാൻ കർത്താവിൻ്റെ ഉടമ്പടി പേടകവും അവരുടെ മുമ്പിൽ 3 ദിവസത്തെ വഴി നീങ്ങുന്നുണ്ടായിരുന്നു. അവർ പാളയത്തിൽ നിന്ന് നീങ്ങുമ്പോൾ കർത്താവിൻ്റെ മേഘം പകൽ സമയം അവർക്കുമേൽ ഉണ്ടായിരുന്നു. പേടകം നീങ്ങുമ്പോൾ മോശ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങയെ ദോഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. സ്വസ്ഥമാകുമ്പോഴും അവൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ അങ്ങ് ഇസ്രായേൽ സഹസ്രങ്ങളുടെ 10,000ങ്ങളിലേക്ക് തിരിച്ചു വന്നാലും. നിയമാവർത്തന പുസ്തകം 9-ാം അധ്യായം. അനർഹർക്ക് വാഗ്ദത്ത ഭൂമി. ഇസ്രായേല്യരെ കേട്ടാലും, ഇന്ന് നീ നിന്നേക്കാൾ ശക്തവും വലുതുമായ ജനതകളെ ഒഴിപ്പിക്കുവാൻ പോകുന്നതിന് ജോർദാൻ കടക്കുകയാണ്. നഗരങ്ങൾ വലിയവയും ആകാശം മുട്ടെ കോട്ടയുള്ളവയുമാണ്. നീ അറിയുന്ന അനാക്യർ വലുതും ഉയരമുള്ളതുമായ ഒരു ജനമാണ്. അനാക്കിൻ്റെ മക്കളുടെ മുമ്പിൽ ആര് നിലയുറപ്പിക്കും എന്ന് നീ കേട്ടിട്ടുണ്ടല്ലോ. നിൻ്റെ മുമ്പേ കടക്കുന്നവൻ നിൻ്റെ ദൈവമായ കർത്താവാണ് എന്ന് ഇന്ന് നീ അറിയും. അവിടുന്ന് ദഹിപ്പിക്കുന്ന അഗ്നിയായി അവരെ നശിപ്പിക്കുകയും നിൻ്റെ മുമ്പിൽ അവരെ അടിയറവ് പറയിക്കുകയും ചെയ്യും. കർത്താവ് നിന്നോട് അരുൾ ചെയ്തിട്ടുള്ളതുപോലെ അവിടുന്ന് പെട്ടെന്ന് തന്നെ അവരെ ഒഴിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും. നിൻ്റെ ദൈവമായ കർത്താവ് അവരെ നിൻ്റെ മുമ്പിൽ നിന്ന് നീക്കം ചെയ്യുമ്പോൾ, എൻ്റെ നീതി നിമിത്തമാണ് ഈ ഭൂമി അവകാശമാക്കാൻ കർത്താവ് എന്നെ കൊണ്ടുവന്നത് എന്ന് നീ നിൻ്റെ ഹൃദയത്തിൽ പറയരുത്. ഈ ജനതകളുടെ കഷ്ടത നിമിത്തമാണ് കർത്താവ് അവരെ നിൻ്റെ മുമ്പിൽ നിന്ന് ഒഴിപ്പിക്കുന്നത്. നിൻ്റെ നീതി നിമിത്തമോ ഹൃദയ പരമാർത്ഥത നിമിത്തമോ അല്ല നീ അവരുടെ ദേശം കൈവശമാക്കാൻ പോകുന്നത്, മറിച്ച് ആ ജനതകളുടെ ദുഷ്ടത നിമിത്തമാണ് അവരെ നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത്. നിൻ്റെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കർത്താവ് വാഗ്ദാനം ചെയ്ത കാര്യം നിറവേറ്റുന്നതിന് വേണ്ടിയുമാണ്. നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ നീതി നിമിത്തമല്ല ഈ നല്ല ദേശം നിനക്ക് കൈവശപ്പെടുത്തുവാൻ തരുന്നതെന്ന് നീ മനസ്സിലാക്കണം. എന്തെന്നാൽ നീ പിടലികെടുത്ത ഒരു ജനമാണ്. ഹോറബിലെ വിശ്വാസാപജയം. മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചത് മറക്കാതെ ഓർത്തിരിക്കുക. ഈജിപ്ത് ദേശത്ത് നിന്ന് പുറപ്പെട്ട ദിവസം മുതൽ ഈ സ്ഥലത്തെത്തുന്നതുവരെ നിങ്ങൾ കർത്താവുമായി മത്സരിക്കുകയായിരുന്നു. ഹോറബിൽ വെച്ച് നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു. നിങ്ങളെ ഉന്മൂലനം ചെയ്യത്തക്കവണ്ണം കർത്താവ് നിങ്ങൾക്കെതിരെ രോഷാകുലനായിരുന്നു. കർത്താവ് നിങ്ങളുമായി ഏർപ്പെട്ട ഉടമ്പടിയുടെ പലകകൾ ശിലാഫലകങ്ങൾ തന്നെ. സ്വീകരിക്കാനായി ഞാൻ മലയിലേക്ക് കയറിയപ്പോൾ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും ഞാൻ മലയിൽ വസിച്ചു. ദൈവത്തിൻ്റെ വിരലാൽ ലിഖിതമായ 2 കൽപ്പലകൾ കർത്താവ് എനിക്ക് തന്നു. സമ്മേളന ദിവസം മലയിൽ വെച്ച് അഗ്നിമധ്യേ കർത്താവ് നിങ്ങളുമായി സംസാരിച്ച വചനങ്ങളിലെല്ലാം പോലെയാണ് അവയിലുണ്ടായിരുന്നത്.
40 പകലും 40 രാവും കഴിഞ്ഞപ്പോൾ ഉടമ്പടിയുടെ പലകകൾ, ആ 2 ശിലാഫലകങ്ങൾ തന്നെ കർത്താവ് എനിക്ക് തരികയുണ്ടായി. എന്നിട്ട് കർത്താവ് എന്നോട് അരുൾ ചെയ്തു, ഇവിടെ നിന്ന് എഴുന്നേറ്റ് അതിവേഗം താഴേക്കിറങ്ങുക. എന്തെന്നാൽ നീ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന നിന്റെ ജനം വഷളായി പ്രവർത്തിച്ചിരിക്കുന്നു. ഞാൻ അവരെ അനുശാസിച്ച വഴിയിൽ നിന്ന് പെട്ടെന്ന് വ്യതിചലിച്ച് അവർ തങ്ങൾക്ക് വേണ്ടി ഒരു വാർപ്പ് വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നു. തുടർന്ന് കർത്താവ് എന്നോട് ഇപ്രകാരം അരുൾ ചെയ്തു, ഞാൻ ഈ ജനത്തെ കാണുന്നു. ഇതാ, പിടലികടുത്ത ഒരു ജനമാണിത്. നീ എന്നിൽ നിന്ന് വിട്ടുനിൽക്കുക. ഞാൻ അവരെ ഉന്മൂലനം ചെയ്ത് ആകാശത്തിന് കീഴിൽ നിന്ന് അവരുടെ പേര് തുടച്ചു മാറ്റുകയാണ്. എന്നാൽ നിന്നെ ഞാൻ അവരെക്കാൾ ശക്തവും വലുതുമായ ഒരു ജനതയാക്കി തീർക്കും. മല തീയിലെരിയവേ ഞാൻ എരിഞ്ഞ് മലയിൽ നിന്നിറങ്ങി. എൻ്റെ ഇരുകരങ്ങളിൽ ഉടമ്പടിയുടെ 2 പലകകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടു, ഇതാ, നിങ്ങളൊരു വാർപ്പുകാളക്കുട്ടിയെ നിങ്ങൾക്കായി ഉണ്ടാക്കി നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി പാപം ചെയ്തിരിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുശാസിച്ച വഴിയിൽ നിന്ന് നിങ്ങൾ ക്ഷണത്തിൽ വ്യതിചലിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ 2 പലകകളിലും മുറുകെ പിടിച്ച് അവ എൻ്റെ 2 കൈകളിൽ നിന്ന് വലിച്ചെറിഞ്ഞു. നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ അവ ഞാൻ തച്ചുടച്ചു. കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ ചെയ്ത് അവിടുത്തെ പ്രകോപിപ്പിക്കുന്നതിന് നിങ്ങൾ ചെയ്ത നിങ്ങളുടെ സകല പാപങ്ങളെയും പ്രതി ഞാൻ കർത്തൃസമക്ഷം പ്രണമിച്ചു. മുമ്പത്തേതുപോലെ 40 രാവും 40 പകലും ഞാൻ ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചുമില്ല. എന്തെന്നാൽ നിങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് നിങ്ങൾക്കെതിരെ കർത്താവിനുണ്ടായ കോപവും ക്രോധവും നിമിത്തം ഞാൻ ഭയാധീനനായിരുന്നു. എന്നിട്ടും കർത്താവ് അപ്രാവശ്യവും എന്നെ ചെവിക്കൊണ്ടു. അഹ്റോനെ നശിപ്പിക്കുന്നതിന് കർത്താവ് അവനോടും ഉഗ്രമായി കോപിച്ചിരിക്കുകയായിരുന്നു. ആ സമയം ഞാൻ അഹ്റോനു വേണ്ടിയും പ്രാർത്ഥിച്ചു. കാളക്കുട്ടിയായി നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ പാപവസ്തു ഞാനെടുത്ത് അഗ്നിയിൽ ദഹിപ്പിച്ചു. നന്നായി അരഞ്ഞ് ധൂളിയായി നേർക്കുന്നതുവരെ ഞാനത് ഇടിച്ചുടച്ചു. മലയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന അരുവിയിൽ ഞാനതിൻ്റെ ധൂളി എറിഞ്ഞു കളഞ്ഞു. തബോറയിലും മാസായിലും കിബ്രോത്ത് ഹത്താവയിലും നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിക്കുന്നവരായിരുന്നു. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം നിങ്ങൾ കയറി കൈവശമാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ് കർത്താവ് നിങ്ങളെ കാദേശ് മെർണയിൽ നിന്ന് അയച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് ധിക്കരിച്ചു. അവിടുത്തോട് നിങ്ങൾ വിശ്വസ്തത പുലർത്തിയില്ല. അവിടുത്തെ സ്വരം നിങ്ങൾ അനുസരിച്ചുമില്ല. ഞാൻ നിങ്ങളെ അറിയുന്ന ദിനം മുതൽ നിങ്ങൾ കർത്താവിനോട് മത്സരിക്കുന്നവരായിരുന്നു. മോശയുടെ മധ്യസ്ഥ പ്രാർത്ഥന. നിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ പോകുകയാണെന്ന് കർത്താവ് അരുൾ ചെയ്തതുകൊണ്ട് ഞാൻ സാഷ്ടാംഗം വീണ് 40 രാവും 40 പകലും കർത്താവിൻ്റെ മുമ്പിൽ പ്രണമിച്ചു കിടന്നു. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു പറഞ്ഞു, നാഥനായ കർത്താവെ, അങ്ങയുടെ മഹിമയാൽ അങ്ങ് പരിത്രാണം ചെയ്ത ശക്തമായ കരത്താൽ ഈജിപ്തിൽ നിന്ന് അങ്ങ് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തെയും അവകാശത്തെയും നശിപ്പിക്കരുതേ. അങ്ങയുടെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഓർക്കണമേ. ഈ ജനത്തിൻ്റെ ദുശാഠ്യത്തിൻ്റെയും തിന്മയുടെയും പാപത്തിൻ്റെയും നേർക്ക് തിരിയരുതേ. കർത്താവ് അവരോട് വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അവരെ കൊണ്ടുപോകുവാനുള്ള അവിടുത്തെ ഒഴിവുകേട് മൂലം, അവിടുന്ന് അവരെ വെറുക്കുന്നത് മൂലവും അവരെ കൂട്ടക്കൊല ചെയ്യാനാണ് അവിടുന്ന് അവരെ മരുഭൂമിയിൽ കൊണ്ടെത്തിച്ചത് എന്ന് അങ്ങ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നിടത്തെ ദേശവാസികൾ പറയാനിടയാകാതിരിക്കട്ടെ. എന്തായാലും അങ്ങയുടെ വലിയ ശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും അങ്ങ് തന്നെ പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനവും അങ്ങയുടെ അവകാശവുമാണല്ലോ അവർ. സങ്കീർത്തനം 10. നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. കർത്താവ്, എന്തുകൊണ്ടാണ് അങ്ങ് ദൂരത്ത് നിൽക്കുന്നത്, ദുരിതനേരങ്ങളിൽ മറഞ്ഞിരിക്കുന്നതും? ദുഷ്ടൻ ഗർവോടെ പാവപ്പെട്ടവനെ ആട്ടിപ്പായിക്കുന്നു. അവർ നിരൂപിച്ച കെണിയിൽ അവർ തന്നെ പിടിക്കപ്പെടട്ടെ. എന്തെന്നാൽ ദുഷ്ടൻ ആത്മാഭിലാഷത്തെക്കുറിച്ച് പ്രശംസിക്കുന്നു. അവൻ നേട്ടം കൊയ്യുന്നവനെ അഭിവാദ്യം ചെയ്ത് കർത്താവിനെ പുറന്തള്ളുന്നു. അഹങ്കാരപ്രമത്തനാകിയാൽ ദുഷ്ടൻ അവിടുത്തെ അന്വേഷിക്കുന്നില്ല. ദൈവമില്ല എന്നാണ് അവൻ്റെ വിചാരങ്ങളെല്ലാം. അവൻ്റെ മാർഗങ്ങൾ എല്ലാ നേരവും വിജയിക്കുന്നു. അങ്ങയുടെ ന്യായവിധികൾ അവനിൽ നിന്ന് ഏറെ ഉയരത്തിലാണ്. തൻ്റെ എതിരാളികൾക്കെല്ലാമെതിരെ അവൻ ചീറ്റുന്നു. അവൻ ഹൃദയത്തിൽ പറയുന്നു, ഞാൻ കുലുങ്ങുകയില്ല. തലമുറകളിൽ എനിക്ക് അനർത്ഥമുണ്ടാവുകയില്ല. ശാപവും വഞ്ചനയും മർദ്ദനവും കൊണ്ട് അവൻ്റെ വായ് നിറഞ്ഞിരിക്കുന്നു. അവൻ്റെ നാവിനടിയിൽ ദ്രോഹവും അധർമ്മവുമാണ്. അവൻ
ഗ്രാമങ്ങളുടെ ഒളിവു സ്ഥാനത്ത് ഇരിക്കുന്നു. ഒളിയിടങ്ങളിൽ അവൻ നിർദോഷരെ കൊല ചെയ്യുന്നു. അവൻ്റെ കണ്ണുകൾ നിസ്സഹായനു വേണ്ടി നോക്കിയിരിക്കുന്നു. അഗതിയെ പിടിക്കാൻ അവൻ പതിയിരിക്കുന്നു. അഗതിയെ തൻ്റെ വലയിൽ കുടുക്കിയിട്ട് അവൻ പിടികൂടുന്നു. കുറ്റിക്കാട്ടിൽ സിംഹത്തെ പോലെ അവൻ പതിയിരിക്കുന്നു. അവൻ കുനിഞ്ഞ് ചമ്മിക്കിടക്കുന്നു. അവൻ്റെ ശക്തന്മാർ മൂലം നിസ്സഹായർ നിലംപതിക്കുന്നു. അവൻ മനസ്സിൽ പറയുന്നു, തമ്പുരാനെല്ലാം മറന്നു കളയുന്നു. തൻ്റെ മുഖം മറച്ചിരിക്കുന്നു, അവിടുന്ന് ഒരിക്കലും കാണുന്നില്ല. കർത്താവെ, എഴുന്നേൽക്കണമേ. ദൈവമേ, കരമുയർത്തണമേ. പീഡിതരെ മറക്കരുതേ. എന്തിനാണ് ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അങ്ങ് ചോദ്യം ചെയ്യുകയില്ലെന്ന് ഹൃദയത്തിൽ പറയുന്നതും? അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. കഷ്ടപ്പാടും വിഷമവും അങ്ങ് ഉറ്റുനോക്കുന്നുമുണ്ട്. അങ്ങയുടെ കരം കൊണ്ട് പകരം വീട്ടാൻ തന്നെ. നിസ്സഹായൻ അങ്ങേ പക്കൽ തന്നെ തന്നെ വിട്ടുകൊടുത്തിരിക്കുന്നു. അനാഥന് അങ്ങാണല്ലോ സഹായകൻ. ദുഷ്ടൻ്റെയും നീചൻ്റെയും ഭുജം തകർക്കണമേ. അങ്ങേക്ക് കൂടുതലായൊന്നും കണ്ടെത്താനില്ലാത്ത വിധം അവൻ്റെ ദുഷ്ടത അങ്ങ് തിരിയണമേ. കർത്താവെ, എന്നേക്കും രാജാവാണ്. ജനതകൾ അവിടുത്തെ ദേശത്തു നിന്ന് അറ്റുപോയി. കർത്താവെ, പീഡിതരുടെ അഭിലാഷം അങ്ങ് കേൾക്കുന്നു. അങ്ങ് ചെവിചായ്ച്ച് അവരുടെ ഹൃദയം ഉറപ്പിക്കുന്നു. അനാഥനും മർദ്ദിതനും അങ്ങ് ന്യായം നടത്തിക്കൊടുക്കുന്നു. ഭൂമിയിൽ നിന്നുള്ള മർത്യൻ മേലിൽ അവരെ ഭീഷണിപ്പെടുത്താതിരിക്കാൻ തന്നെ.